ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 48 മുതലുള്ള വാക്യങ്ങളിൽ യേശു യഹൂദരെ നിശിതമായി വിമർശിക്കുന്നത് നാം കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് യേശു യഹൂദരെ വിമർശിക്കുന്നത്? അദൃശ്യനായ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന യഹൂദർ ആ ദൈവത്തിൻ്റെ പുത്രൻ ദൃശ്യമായി അവരുടെ മുമ്പിൽ വന്ന് നിന്നിട്ടും യേശുവിനെ സ്നേഹിക്കുകയോ മനസ്സിലാക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യാത്തതുകൊണ്ടാണ് യേശു അവരെ വിമർശിക്കുന്നത്. സ്നേഹമുള്ള സഹോദര, നീയും നിന്റെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. നീയും അദൃശ്യനായ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ദൃശ്യനായി ഈശോ പല രൂപത്തിൽ നിന്റെ മുൻപിൽ വന്നു നിൽക്കാറുണ്ട്. ദരിദ്രനായിട്ടും രോഗിയായിട്ടും കാരാഗ്രഹവാസിയായിട്ടും നഗ്നനായും പരദേശിയുമായിട്ടൊക്കെ നിന്റെ മുമ്പിൽ വരാറുണ്ട്. അപ്പോൾ അവരെ യേശുവായിട്ട് മനസ്സിലാക്കി അവരെ സഹായിക്കുവാനായിട്ട് നിനക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നിന്നെയും യേശു നിശിതമായി വിമർശിക്കും. മറ്റുള്ളവരിൽ യേശുവിനെ കണ്ടുകൊണ്ട് അവരെ സഹായിക്കുവാനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രയത്നിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.